നിങ്ങളൊരു സ്പ്ലിറ്റ്സ് വില്ല ഫാനാണോ? ദെൻ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ലാസ്റ്റ് വീക്ക്. സോ ഈ വീക്കിലെ പ്യാർ ചാലഞ്ചിനെ കുറിച്ചും പൈസ ചാലഞ്ചിനെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല. നല്ല ബോറിംഗ് എപ്പിസോഡായിരുന്നു. ദ ഓൺലി തിങ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് എപ്പിസോഡ് വാസ് ഗോരേഷ് ലീവിങ് ആകാംക്ഷ ആൻഡ് ഗോയിങ് ടു സെലക്ട്. സോ ബേസിക്കലി ആകാംക്ഷക്കും ഗോരേഷിനും അവരുടെ ഐഡൽ മാച്ച് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി പോയി. ദേ ആർ ഓൾസോ അൺസേഫ്. പിന്നെ സൺഡേ ഡോം സെഷൻ നടന്നു. ഈ എപ്പിസോഡിൽ എല്ലാവരും പുറത്താവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. സോ ബേസിക്കലി ദിഗ്വിജയ് പണ്ട് പ്രിൻസ് വന്ന പോലെ ഒരു വരവ് വരും, ഒരു 10-20 കാർഡ് അവിടെ വെക്കും, എന്നിട്ട് എല്ലാവരോടും ഓരോ നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ പറയും. അവരെടുത്ത നമ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് അവർ 1 2 3 4 എന്ന് പറഞ്ഞ സീക്വൻസിൽ നിൽക്കണം. മോഹിത്തിനും അനുഷ്കക്കാണ് പവർ ടു സേവ് ഉള്ളത്. അവർ ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള 3 നമ്പേഴ്സ്, അതായത് ഒന്നെങ്കിൽ 1 2 3 അല്ലെങ്കിൽ 2 3 4 ബാക്ക് ടു ബാക്ക് ആയിട്ടുള്ള 3 നമ്പേഴ്സ് ചൂസ് ചെയ്യണം. എന്നിട്ട് ഈ ഓർഡറിൽ ഓൾറെഡി അവർ നിൽക്കുന്നുണ്ടല്ലോ, അതിൽ ഏത് 3 നമ്പേഴ്സാണോ അവർ ചൂസ് ചെയ്യുന്നത് അവർ സേവ് ആവും. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ, ദീക്ഷയുണ്ട്, ഇതിൽ മാൻഷു ഉണ്ട്, ഇവരെങ്ങനെയെങ്കിലും ഒന്ന് പുറത്തായാൽ മതി എന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് മോഹിത്തും അനുഷ്കയും കൂടി 3 പേരെ സേവ് ചെയ്യും. റോൺ, ആകാംക്ഷ ആൻഡ് ദീക്ഷ എങ്കിൽ ദീക്ഷ സേവ് ആയിക്കോട്ടെ, പക്ഷേ അപ്പുറത്ത് ഹിമാൻഷു ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റ് പറയും, ഈ 3 പേര് സേവ് ആയല്ലോ, ഇവർക്ക് ഇഷ്ടമുള്ള 3 പേര് ഓരോരുത്തരെയും കൂടി അപ്പുറത്തുനിന്ന് സേവ് ചെയ്യും. ആകാംക്ഷ വിഷുവിനെ സേവ് ചെയ്യും, റോൺ ഓഫ് കോഴ്സ് അസ്മിത്തിനെ സേവ് ചെയ്യും. അത് കഴിഞ്ഞ് ദീക്ഷ ആരായിരിക്കും സേവ് ചെയ്യുക? ഓഫ് കോഴ്സ് ഹിമാൻഷുവിനെ സേവ് ചെയ്യും. ലൈക്ക് എന്ത് ലോജിക്കാണ്? ഇവർ 3 പേര് അവർ സേവ് ചെയ്യുന്നത്, എന്നിട്ട് അവർ ഇവിടെ വന്നിരിക്കും, എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാം. ബേസിക്കലി ഹിമാൻഷുവിനെ എങ്ങനെയെങ്കിലും ഫിനാലിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൻ എങ്ങനെയാണ് പഠിച്ചവനെ ഒന്ന് പുറത്താക്കുക? 3 പേര് സേഫ് ആയിട്ട് ഇരിക്കണ്ടല്ലോ. ഇവർ 3 പേരുമാണ് ഐഡൽ മാച്ചിനുള്ള കണ്ടന്റേഴ്സ്. അൺസേഫ് ആയിട്ടുള്ളത് 4 പേരാണ്. ഒന്ന് സെലക്ക്, ഒന്ന് ഗോരേഷ്, ഒന്ന് സൂസാൻ, പിന്നെ ഒന്ന് യോഗേഷ്. എന്തായാലും ഭായിച്ചാര കാണിക്കല്ലോ, അപ്പോൾ ഹിമാൻഷുവിനെയും ദീക്ഷനെയും തന്നെ സെലക്ട് ചെയ്യാമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ യോഗേഷ് ഈസ് ഓൾസോ സ്മാർട്ട്. അവന് കുറച്ച് ബുദ്ധിയുണ്ട്, അത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. അവൻ എന്ത് ചെയ്യും? വോട്ട് ടൈ ആവാൻ വേണ്ടിയിട്ട് ആകാംക്ഷ വിഷുവിന് വോട്ട് ചെയ്യും. അപ്പോൾ എന്താവും? 2-2 ആവും. ഇനിയാണ് മേക്കേഴ്സിൻ്റെ ബ്രില്യൻസ്. ഹിമാൻഷു ദീക്ഷ വിൽ സെലക്ട് ഹൂ വിൽ ഗോ ടു ദ ഐഡിയൽ മാച്ച്. വാട്ട്? അസ്മിത റോണിനെ സെലക്ട് ചെയ്താൽ എന്തായാലും യോഗേഷിന് പണി കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യും? വിഷുവിനെയും ആകാംക്ഷനെയും സെലക്ട് ചെയ്യും. അപ്പോൾ കരൺ കുന്ദ്ര പറയും, യെസ് ആപ് ലോഗിനെ ബോത്ത് സ്മാർട്ട് ഖേല. ഓഫ് കോഴ്സ് അവർ സ്മാർട്ടായിട്ട് കളിച്ചു, നിങ്ങളാണ് മൊയ്ന്തകൾ. വിഷു ആൻഡ് ആകാംക്ഷ എന്തായാലും ഐഡിയൽ മാച്ച് ആവാനുള്ള ചാൻസ് ഇല്ല. എന്താ വെച്ചാൽ ആകാംക്ഷൻ്റെ ഐഡിയൽ മാച്ച് ഗോരേഷ് ഇവിടെ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് അവരെന്തായാലും ഐഡിയൽ മാച്ച് ആവാൻ ചാൻസ് ഇല്ല. ഇവരെന്തായാലും ഐഡിയൽ മാച്ച് ആവാൻ നമ്മൾ വിടുന്നില്ല.